ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. സോ ഇന്നോട്ട് വീഡിയോ ഉണ്ടാവും. ഡെയിലി വർക്കൗട്ട്സ്, ഡയറ്റ്, പിന്നെ എന്താ സപ്ലിമെൻറ്റ്സ്, ബാക്കിയുള്ള ട്രപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് വീഡിയോസ് ഇനി ഇടുന്നതാണ്. സോ ഞാനിപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വന്നിരിക്കുക. ഇനിയിപ്പോൾ സമയം ഇത്രയും 6:30. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് കാണാം. അപ്പോൾ പറഞ്ഞ പോലെ ഞാനിനി വീഡിയോ ഇടുന്നുണ്ടാവും. അത്യാവശ്യം എല്ലാ കാര്യവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. ബോഡി ബിൽഡിംഗ് പരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. മീൻസ് നിങ്ങളിപ്പോൾ ഒരു ബിഗിനറാണ്, നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ഫീൽഡിലേക്ക് വരണം, അങ്ങനെ കൺഫ്യൂഷൻസ്, കാര്യങ്ങൾ, വർക്കൗട്ട്, ഡയറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാം. കമൻറ്റിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നമുക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ഞാനിപ്പോൾ വീട്ടിൽ കഴിഞ്ഞ് വന്ന് നേരെ ഒരു 3 സ്ലൈസ് ബ്രെഡും ഒരു 250 ഗ്രാം ചിക്കൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, കാരണം പോയി വന്നതിൻ്റെ ഇതിൽ വിശപ്പിൽ പെട്ടെന്ന് കഴിച്ചിട്ട് ഒഴിവാക്കിയത്. സോ അതും കഴിഞ്ഞ് 1.5 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടാണ് ഞാൻ പണിയിക്കുന്നത്. സമയം ഇപ്പം ഏകദേശം 2 മണി 2:30 ആവാനായി. ഞാൻ ഇനിയിപ്പോൾ ജിമ്മിലേക്ക് പോകുന്നതിന് മുമ്പാണുള്ളത്. അതായത് എൻ്റെ പ്രീ വർക്കൗട്ടായിട്ട് ഞാനിപ്പോൾ 100 ഗ്രാം റൈസ്, ഒരു 400 ഗ്രാം ചിക്കൻ ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ്. ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അടുക്കളയിൽ ആക്ച്വലി. സോ ഇത് കഴിച്ചിട്ട് ഞാനിപ്പം പോകാറ്. എനിക്ക് പ്രീ വർക്കൗട്ടായിട്ട് എപ്പോഴും റൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്നാലും എനിക്കൊരു ഫ്യൂലായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അത്ര വർക്കൗട്ടൊന്നും ഓക്കെ ആയിരിക്കത്തില്ല. ഞാൻ അതുകൊണ്ട് എപ്പോഴും എനിക്ക് ചിക്കനും റൈസും പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാറ്. ഞാൻ കാണിച്ചത് ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചിക്കൻ ഇവിടെ ആകുന്നുണ്ട്. ഓൾറെഡി റൈസ് ഇവിടെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ടാണ് ഞാൻ പോയത്. ഇതിന് ഇൻഗ്രീഡിയൻ്റ് ഓടിക്കൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിളാണ്. ഒന്നും പ്രത്യേകിച്ചൊന്നും എടുത്തൊന്നുമില്ല. അങ്ങനെ 2-3 മസാല ഇടും, 2 തക്കാളിയും ഉള്ളിയും എടുത്തിടും, അത്രയേ ഉള്ളൂ. ടേസ്റ്റ് വൈസ് ഓക്കെ. ഞാനൊരു 4-5 മാസമായിട്ട് സെയിം സാധനം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിക്കണം എന്നല്ല, എനിക്കത് ഉണ്ടാക്കാൻ ഈസി അതാണ്. അപ്പോൾ ഞാനത് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കലോറി കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഞാൻ ആ കറിയൊന്നും അധികം യൂസ് ചെയ്തൊന്നുമില്ല. പിന്നെ ഉള്ളി, തക്കാളി, മസാല ആ ഭാഗമൊന്നും അത്ര യൂസ് ചെയ്തില്ല. ചിക്കൻ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമേ ഞാനത് ഉപയോഗിക്കുന്നത്. പൊതുവേ ഞാൻ കറി ഉപയോഗിക്കുന്നത് കുറവാണ്. അപ്പോൾ ഞാൻ അതെല്ലാം കഴിച്ചിട്ട് നേരെ ജിമ്മിലേക്ക് പോകണേ. അപ്പോൾ ജിമ്മിൽ വെച്ചോ. ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ വർക്കൗട്ട് എടുത്തത് ബാക്കും ചെസ്റ്റാണ്. ബാക്കിന് 3 വർക്കൗട്ട്, ചെസ്റ്റിന് 3 വർക്കൗട്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വർക്കൗട്ടിൻ്റെ ഫ്രീക്വൻസി കൂട്ടാനാണ്. കാരണം കോമ്പറ്റീഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടധികം ഇൻറ്റൻസിറ്റിയുള്ള വർക്കൗട്ട് വെറുതെ ചെയ്യുന്നതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമില്ല. ഫ്രീക്വൻസി ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. വീക്കിലി 2 ടൈംസ് ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പ്രാധാന്യം. ഫസ്റ്റ് തന്നെ ഞാൻ ചെസ്റ്റിനായിട്ട് 3 വർക്കൗട്ട്, ബാക്കിന് ഒരു 3 വർക്കൗട്ട് എങ്ങനെയായിട്ട് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് വർക്കൗട്ട് ചെസ്റ്റാണ്. ഓക്കെ, സോ അപ്പോൾ വർക്കൗട്ടേക്ക് പോകും. ഇപ്പോൾ ചെയ്ത് ജസ്റ്റ് ഒരു വാമപ്പ് സെറ്റ് മാത്രമാണ്. അതൊരു 10 kg വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനിയുണ്ട് 3 സെറ്റ്സ് വർക്കിംഗ് സെറ്റാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല, ജസ്റ്റ് കാണിച്ച് പോകത്തുള്ളൂ. ഇത് കഴിഞ്ഞാണ് ഒരു ഫ്ലൈ മൂവ്മെൻറ്റ് ചെസ്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു ക്രോസ് ഓവർ ലോവർ ചെസ്റ്റ് വേണ്ടിയിട്ട് ബസ്, അത്രയേ ഉള്ളൂ ചെസ്റ്റിൻ്റെ വർക്കൗട്ട്. നിങ്ങൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ടായാലും ഏത് വർക്കൗട്ടായാലും ചെയ്യുമ്പോൾ കുറച്ച് സ്ലോവർ ആയിട്ട്, അതായത് ഇപ്പോൾ ഞാൻ ചെയ്ത് കണ്ടിട്ടില്ലേ, താഴോട്ടേക്ക് വരുമ്പോൾ സ്ലോവർ ആയിട്ട് 3 to 4 സെക്കൻഡ്സിൽ ഡൗൺ ചെയ്യുക, അങ്ങനെ ചെയ്യുക കൺട്രോൾഡായിട്ട്. സോ അത്രയും മസിൽ കണക്ഷൻ നിങ്ങൾക്ക് പറ്റും സ്ലോവർ ആയിട്ട് ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ ഒരുപാടധികം മൊമെൻറ്റം യൂസ് ചെയ്തിട്ട് ചുമ്മാ വെയിറ്റ് തള്ളി പോകുന്ന സിറ്റുവേഷൻ മാത്രമേ ഉണ്ടാകും. ഇത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നു. ഇനിയും ആ സ്റ്റൈല് പല ആൾക്കാർ മാറ്റിയിട്ടില്ല. തോന്നുന്ന പോലെ കണ്ടമാനം വെയിറ്റ് എടുത്തിട്ട് ചെറപറാന്നിരിക്കുന്നത്, അത് നിങ്ങൾ മാറ്റി തന്നെ ഹ്യൂജായിട്ടുള്ള ഡിഫറൻസ് മസിൽസ് പെയിനിൽ ഉണ്ടാവുന്നുള്ള കാര്യം കൺഫേം. ഓക്കെ,
ഗൈസ് ഇപ്പോൾ ചെസ്റ്റ് ഫ്ലൈസ് ആക്കിയിട്ടില്ല ക്യാബിൾ ഫ്ലൈസിൽ ക്യാബിൾ ക്രോസ് ഒക്കെ അതൊരു 3 സെറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോവർ ചെസ്റ്റിന് വേണ്ടി വേറൊരു വേരിയേഷൻ കൂടെ ചെയ്യും. മിക്കവാറും അത് ക്യാബിൾ തന്നെ ചെയ്യുക, കാരണം അവിടെ വേറെ മെഷീൻസ് ഒന്നും ഇല്ല. ചെസ്റ്റിന് വേറെ ഒന്നുണ്ട്, പക്ഷേ അത് അത്ര കുറിച്ച് അത്ര നല്ലതല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ഓക്കെ, ഗൈസ് അപ്പോൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് 3 വർക്കൗട്ടാണ് ചെയ്തത്. ഇനിയിപ്പോൾ ബാക്കിൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഹാമർ സ്ട്രെങ്ത് പുൾ ഡൗൺ ആണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു 4 സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ഡ്രോയിങ് മൂവ്മെൻറ്റ്, ഒരു സിംഗിൾ ആം ഡ്രോയിങ് മൂവ്മെൻറ്റ്, അത്രയേ ഉള്ളൂ വരുന്ന വർക്കൗട്ട്. അല്ലെങ്കിൽ ലോവർ ബാക്കിന് റാക്ക് പുൾ ചെയ്യുന്നുണ്ട് സിംഗിൾ ആം പകരം. അത് കഴിഞ്ഞൊരു 45 മിനിറ്റ്സ് കാർഡിയോ. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ വർക്കൗട്ടിലേക്ക് പോകാം. കാർഡിയോ ചെയ്ത് കഴിഞ്ഞു. ഒരു 35 മിനിറ്റ്സ് കാർഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂമിൽ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അത്രയേ ഉള്ളൂ. ഇന്ന് ഫസ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ. മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്യുക. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക വീഡിയോ ത്രൂ. ഒരുപാട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ കരുതുന്നത്. അല്ലാണ്ട് എൻ്റെ വർക്കൗട്ട് ജസ്റ്റ് കാണിക്കാനുള്ളൊരു അർത്ഥത്തിൽ തുടങ്ങിയതല്ല ഇത്. നമുക്ക് റോ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ ത്രൂ സംസാരിച്ച് പോകേണ്ടതുണ്ട് എന്തായാലും. സോ എല്ലാവരും ഫോളോ ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജിമ്മിൽ പോകുന്ന ആൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും അവർക്കെല്ലാം ഷെയർ കൊടുക്കുക. ഓക്കെ, സോ കീപ് സപ്പോർട്ടിങ്. ബൈ.